ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സായാഹ്നം ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സായാഹ്നമാണ്. അപ്പൻ മക്കളെ സന്ദർശിക്കുന്ന ഒരു സായാഹ്നം, അപ്പൻ മക്കളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. അപ്പൻ്റെ കരങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. നമ്മളെ പരിപാലിക്കുന്ന ഒരു അപ്പൻ, നമ്മളെ പരിപാലിക്കുന്ന ഒരു പിതാവ്, നമ്മളെ പരിപാലിക്കുന്ന ഒരു സർവശക്തൻ. അതിനെ പറയുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനം 1-ാം അധ്യായത്തിന് 3-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറയാം, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ആമേൻ. ഒരു ജോർജ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ദൈവം ഈ സായാഹ്നത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരും. ഏത് പിതാവിനാണ് മക്കളെ വെറുക്കാൻ പറ്റുക? ഏത് അപ്പന്മാരാണ് മക്കളെ മാറ്റി നിർത്തുക? മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ ദുഷ്ടരായ നമുക്കറിയാമെങ്കിൽ നമ്മുടെ കർത്താവ് എന്തുമാത്രം ഈ രാത്രിയിൽ നിലവിളിച്ച് കരയുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവിടെ പ്രിയമുള്ളവർ, നമുക്ക് വലിയ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ സായാഹ്നത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദിവസമാണ്, രാത്രിയാണ്. അവനെ അപ്പാ എന്ന് വിളിക്കണം, അവനെ സ്നേഹിക്കണം, അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടെതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ വിളിക്കുമെന്നും എൻ്റെ മാർഗങ്ങൾ നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ദൈവത്തിൻ്റെ വലിയ വേദനയാണ്, ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാൻ സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗങ്ങൾ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് 2 കരങ്ങളും ഉയർത്തി ആ ദൈവപിതാവിനെ, ആ അപ്പനെ, ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് നമ്മുടെ ദൈവത്തെ, നമ്മുടെ അപ്പനെ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിരണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കണമെന്ന്, എൻ്റെ പിതാവേ എന്ന് വിളിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്കതുകൊണ്ട് ആ അപ്പനെ ഒന്ന് സ്നേഹിക്കാം. ഈ നൈറ്റ് വിജിലിൻ്റെ ആരംഭ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആറിപ്പോയതിന് ചൂട് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, വാടുന്നതിനെ നനയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്, വഴിതെറ്റിപ്പോയതിനെ നേർവഴിയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അതിനാൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ അത്യുന്നതിൻ്റെ ശക്തിയും നമ്മുടെ മേലെല്ലാം പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണം. അതിനാൽ നമുക്ക് വലിയ ആദരവോടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും ഒക്കെ ഒന്ന് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം.
നമ്മുടെ ഗായക സംഘം ലിജോ, ജോമോൻ, ദീപ, ക്രിസ്റ്റീന ഇവരോട് ചേർന്ന് മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ ഇടപാടുകളിലേക്കും നമ്മുടെ വ്യാപാരങ്ങളിലേക്കും ഒക്കെ ഈ സായാഹ്നത്തിൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹത്തോടെ ക്ഷണിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഒന്ന് കരങ്ങളടിച്ച് ചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകമാരി ചൊരിഞ്ഞവനേ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസനേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസനേ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. സൂര്യമാമൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. ശൂന്യമാമൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. പരിശുനിലമാം ഹൃത്തടത്തിൽ കുളിർത്തന്നനായി വരണേ. ജീവജലമായി നീ നിറയും പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസനേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസനേ. സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കേ, അടുത്തിരിക്കുന്നവരൊക്കെ നോക്കി അവർക്ക് ഒരു ശക്തി പകർന്ന് നമുക്ക് പാടാം. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ വേണ്ടി പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വാർത്ഥജഡമോഹങ്ങളെ ചാമ്പലാക്കുവാൻ
നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ എഴുന്നേൽക്കണമേ പരിശുദ്ധാത്മാവേ. എഴുന്നേൽക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ആരാധിക്കാൻ കർത്താവേ. സ്വർഗ്ഗാധീശോയേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ സ്വരമുയർത്തി ശബ്ദമുയർത്തി ഒത്തുചേർന്ന് ഓ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ. എന്റെ പരിശുദ്ധാത്മാവേ. എന്റെ പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയ പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയ പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയ പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ. ഓ പ്രിയ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. പ്രിയ പരിശുദ്ധാത്മാവേ. പ്രിയ പരിശുദ്ധാത്മാവേ. പ്രിയ പരിശുദ്ധാത്മാവേ. സൂര്യമാവൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. ശൂന്യമാമെൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. പരിശുനിലമാം ഹൃത്തടത്തിൽ കുളിർത്തന്നലായി വരണേ. ജീവജലമായി നീ നിറയും പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തെ ശാന്തമാക്കി
ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ ആദ്യ മണിക്കൂറിൽ അവിടുന്ന് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ ആധിപത്യം പുലർത്തണമേ. സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ, മറിയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവരെ പുതിയ വ്യക്തികളായി, പുതിയ സൃഷ്ടികളാക്കി മാറ്റി. അവരിലൂടെ ലോകത്തിൻ്റെ രാജ്യങ്ങൾ, അനേക രാജ്യങ്ങളിൽ സുവിശേഷം കത്തിപ്പടർന്നു. അവർ അനുഗ്രഹമായി മാറി, അവർ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറും. നീ അനുഗ്രഹിക്കപ്പെടും. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വരും തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വരും തലമുറയെ, മക്കളെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. കുടുംബത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. വ്യക്തി ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കട്ടെ. ഒന്ന് കരങ്ങൾ തുറന്ന് പിടിച്ച് സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയ പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയ പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ നയിക്കണമേ, എൻ്റെ മേൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആറിപ്പോയതിന് ചൂട് നൽകുന്ന പരിശുദ്ധാത്മാവേ, എന്നോട് അനുകമ്പ കാണിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പ്രിയ പരിശുദ്ധാത്മാവേ, എന്നെ ചൂട് പിടിപ്പിക്കാൻ നീ വേഗം വന്നിടണേ, വേഗം വന്നിടണേ. ഇരിക്കാം, ഇരുന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ട, നമുക്കറിയാം കർത്താവിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ആരെയും മാറ്റി നിർത്താത്ത സ്നേഹം. അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും മഴ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. ഏതവസ്ഥയിലും സ്നേഹിക്കുന്ന സ്നേഹം. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, കാരണം വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലാണെങ്കിലും കർത്താവിൻ്റെ പ്രകാശമാണ്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലാണെങ്കിലും കർത്താവിൻ്റെ പ്രകാശമാണ്. പ്രിയമുള്ളവരെ, ഇരുട്ടിലാണെങ്കിലും പാപത്തിലാണെങ്കിലും ബലഹീനതയിലാണെങ്കിലും ഈശോ സ്നേഹിക്കുന്നു. അളവുകളില്ലാതെ, അതിരുകളില്ലാതെ, വ്യക്തിയെ നോക്കാതെ, യോഗ്യത നോക്കാതെ, വിശുദ്ധി നോക്കാതെ ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആമേൻ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ഒരു ഷെയ്ക്കാനും എടുത്തിട്ട് പറ: ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അതിരുകളില്ലാതെ, അളവുകളില്ലാതെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു. നമുക്കൊരു ഒരു കാലത്തിൻ്റെ ഇരടുകൾ പാടി നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, എല്ലാവർക്കും പരിചയമുള്ള പാട്ട് ദൈവസ്നേഹം പാടിക്കേ.
നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം പാടാം. അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് സ്നേഹിക്കുന്ന കർത്താവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ നമുക്കെല്ലാം പരിചയമുള്ള പഴയ ഗാനം ആ പാട്ടിൻ്റെ ഇരടികൾ പാടി കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെ ഓമനയായി കരുതുന്നു അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെ ഓമനയായി കരുതുന്നു. ഒരുമിച്ച് പാടാം. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം സ്നേഹിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് അമ്മയേക്കാൾ സ്നേഹിക്കുന്ന അപ്പനേക്കാൾ സ്നേഹിക്കുന്ന മറ്റാരേക്കാൾ സ്നേഹിക്കുന്ന ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് വീണ്ടും നമുക്ക് പാടി ഈശോയോട് പറയാം, നീ എൻ്റെ സ്നേഹമാണ്, നീ എൻ്റെ സന്തോഷമാണ്, നീയാണ് സ്നേഹം. അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു എന്നെ ഓമനയായി കരുതുന്നു അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു എന്നെ ഓമനയായി കരുതുന്നു. ഒരുമിച്ച് പാടിക്കേ. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം
സ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതരു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയെ, എൻ്റെ ഈശോയെ, കർത്താവേ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ കണ്ടെത്താൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങയെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ. കർത്താവെ, അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, മറ്റാരേക്കാൾ സ്നേഹിക്കുന്ന, ഏതൊരവസ്ഥയിലും സ്നേഹിക്കുന്ന, അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത ആ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്വരം താഴ്ത്തി ഈശോ ആരാധിക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 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 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം.